നോക്കൂ, NSGയുടെ പരിശോധന നടക്കുന്നുണ്ട്, NIAയും പരിശോധിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ മൃതശരീരങ്ങളുമായി ബന്ധപ്പെട്ട് ഫോറൻസിക്കിന്റെ പരിശോധനയും ഡോഗ് സ്ക്വാഡും ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ മൃതശരീരത്തിന്റെ അവശിഷ്ടങ്ങൾ, ശരീരഭാഗങ്ങളെല്ലാം തന്നെ ഇപ്പോഴും കാണുന്ന ഒരു അവസ്ഥ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഡോഗ് സ്ക്വാഡിനെ അടക്കം എത്തിച്ചുകൊണ്ട് ഇപ്പോൾ ഈ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം ബ്ലഡ് ഡിറ്റക്ഷൻ കിറ്റുമായി ആ സംഘവും എത്തിയിരുന്നു. അതായത് ഇതിനോടകം തന്നെ ആശുപത്രിയിൽ എത്തിച്ചവരുടെ രക്തവുമായി ബന്ധപ്പെട്ട് അതിന്റെ എന്തെങ്കിലും സാമ്പിളുകൾ, അവശിഷ്ടങ്ങൾ ഇവിടെ നിന്ന് കിട്ടുമോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. NDRFന്റെ 6 സംഘങ്ങൾ, അതിനു പുറമെ SDRFന്റെ 3 സംഘങ്ങൾ ഇതിനോടകം തന്നെ ഇന്ന് രാവിലെ മുതൽ പരിശോധിച്ചു വരികയാണ്. അതിനോടൊപ്പം തന്നെ ഈ എയർ ഇന്ത്യയുടെ അധികൃതരും ഇപ്പോൾ ഈ വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ പരിശോധിക്കാൻ എത്തിയിട്ടുണ്ട്. അതിന്റെ കൂടി ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഈ കെട്ടിടത്തിന്റെ, തകർന്നു വീണ കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളിലായി ഈ വിമാനത്തിന്റെ കഷ്ണങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. ഇപ്പോഴും അവിടെ നിന്ന് ഇളക്കിയെടുക്കാൻ സാധിക്കാത്ത രീതിയിൽ തറച്ചു നിൽക്കുന്നുണ്ട്. അത് വലിയ JCBകളും അതുപോലെ തന്നെ മറ്റ് ക്രെയിനുകളും ഉപയോഗിച്ച് ഇളക്കി മാറ്റി അതിന്റെ പ്രധാന ഭാഗങ്ങൾ വേർതിരിച്ച് അത് പരിശോധിക്കുക, അത് വിലയിരുത്തുക, അതിലൂടെ ഈ വീണ്ടും കിട്ടാനുള്ള ബ്ലാക്ക് ബോക്സിന്റെ ഭാഗം അത് കണ്ടുപിടിക്കുക തുടങ്ങിയിട്ടുള്ള നിർണായകമായിട്ടുള്ള പരിശോധനകൾ നടക്കുന്നുണ്ട്. അത്തരത്തിൽ ഈ വിമാനത്തിന്റെ ഒരു ചിറകിന്റെ ഒരു ഭാഗം നമുക്ക് ദൃശ്യത്തിൽ കാണാം. അത് ഇപ്പോൾ അവിടെ നിന്നും ഇളക്കിയെടുക്കാനുള്ള ശ്രമവും അതിനോടൊപ്പം തന്നെ അതിൽ കൂടുതൽ പരിശോധനകൾ നടത്തുന്ന നടപടികളുമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇന്ന് രാവിലെ എയർ ഇന്ത്യയുടെ CEO അടക്കം എത്തിയിരുന്നു. അവരെല്ലാവരും തന്നെ ഈ വിമാനത്തിന്റെ അവശിഷ്ടങ്ങളെല്ലാം ഇവിടെ നിന്നും പൂർണ്ണമായിട്ടും കൊണ്ടുപോകുമെന്നുള്ളൊരു കാര്യം കൂടി വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഇവിടെയുള്ള എല്ലാ അവശിഷ്ടങ്ങളും അരിച്ചു പെറുക്കി പരിശോധിച്ച ശേഷം അത് ഇവിടെ നിന്നും മാറ്റം ചെയ്യാൻ വേണ്ടിയിട്ടും NDRFന്റെ സഹായം തേടും. അവരുടെ സഹായം ഉണ്ടാകുമെന്ന് NDRFും അറിയിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് കെട്ടിടാവശിഷ്ടങ്ങൾ ഓരോന്നും പരിശോധിച്ച് അതിന് താഴെ എന്തെങ്കിലും കത്തിക്കറിഞ്ഞ നിലയിൽ ഇപ്പോഴും മൃതശരീരങ്ങൾ കണ്ടെത്താനുണ്ടോ, അത്തരത്തിൽ ഈ കാണാതായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് മറ്റെന്തെങ്കിലും വിവരം ലഭിക്കുകയോ ചെയ്യുകയോ അങ്ങനെയുള്ള ചില നിർണായക പരിശോധനകൾ ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും സുപ്രധാനം ഈ ഡോഗ് സ്ക്വാഡിന്റെ പരിശോധനയാണ്. ഒപ്പം ഫോറൻസിക്കിന്റെ സംഘവും എത്തിയിട്ടുണ്ട്. അവരുടെ പരിശോധനകൾ ഇപ്പോഴും തുടരുന്നുണ്ട്. എന്തായാലും ഈ തിരച്ചിൽ ദൗത്യം പൂർത്തിയായിട്ടില്ല എന്ന് പറയാൻ സാധിക്കും. NDRFും SDRFും ഈ പരിശോധന ഇനിയും തുടരുക തന്നെ ചെയ്യും. ഈ കാണാതായവരെ കൂടി കണ്ടെത്തേണ്ട ഒരു അവസ്ഥ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല അവിടെ നിന്ന് അർജുൻ ആ തത്സമയ ദൃശ്യങ്ങളുടെ സഹായത്തോടെയാണ് വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്. അഭിലാഷ് ഇപ്പോൾ പറഞ്ഞ പോലെ ഇനിയും ചിലപ്പോൾ ഇന്ന് മുഴുവനൊക്കെ തിരച്ചിൽ നടത്തേണ്ടതായി വരും. കാരണം ചിതറിത്തെറിച്ച നിലയിലാണ് പലതും. അവിടെ ഉണ്ടായിരുന്നവർ, ഈ യാത്രക്കാർ മാത്രമല്ല, അവിടെ ആ കെട്ടിടത്തിൽ ആ സമയത്ത് ഉണ്ടായിരുന്ന എത്ര പേർ അപകടത്തിൽപ്പെട്ടു, കാണാനില്ല എന്ന പരാതികളാണ് ഇങ്ങനെ കേൾക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ പരിശോധനകൾ, കുറച്ച് കൂടുതൽ ഇടങ്ങളിലേക്ക് ഇപ്പോൾ ആ വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങൾ കിടക്കുന്നതിനെ കാണാം. വന്ന് പതിക്കുന്ന ഒരു സ്ഥലം, ഇതിൻ്റെ വാൽഭാഗം പോയി കിടക്കുന്നത് വീണ്ടും മീറ്ററുകൾക്ക് അപ്പുറത്തുള്ള ഒരു കെട്ടിടത്തിന് മുകളിലാണ്. അപ്പോൾ കൂടുതൽ പരിശോധനകൾ വേണ്ടി വന്നേക്കാം. ഇനി മരണസംഖ്യ ഉയരാതിരിക്കട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്.